പത്മ അവാർഡ് കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്ര നിരക്കാത്ത ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. മുമ്പും പലതവണ ഈ പ്രഗത്ഭന്മാരെ തേടിയെത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരിൽ. അന്ന് അവരത് നിരസിച്ചു. അപ്പോൾ VS ഉണ്ടായിരുന്നെങ്കിൽ ഈ പത്മ അവാർഡ് നിരസിക്കുമായിരുന്നു എന്നാണ് MA ബേബി പറയുന്നത്. തോന്നുന്നുണ്ടോ അങ്ങനെ VS ഉണ്ടായിരുന്നെങ്കിൽ നിരസിക്കുമെന്ന്? VS ഉണ്ടായിരുന്നെങ്കിൽ നിരസിക്കുമോ എന്ന് ചോദിച്ചാലുള്ള ഉത്തരം സഖാക്കൾ പറയുന്ന ഉത്തരം തന്നെ എനിക്കും പറയാനുള്ളത്. VS അച്യുതാനന്ദൻ അങ്ങനെ ഭാരതത്തിൻ്റെ ഒരു അവാർഡ് കിട്ടിയാൽ അതിനെ അഭിമാനപൂർവ്വം സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവായിരുന്നു എന്ന തോന്നല് എനിക്കില്ല. അത് VSന്റെ തന്നെ ജീവിതത്തിലെ ഒരു സംഭവമായി ബന്ധപ്പെടുത്തി ഞാൻ പറയാം. എല്ലാവരും പറയാറുണ്ട്, ഭാരതവും ചൈനയും കൂടെ യുദ്ധം ചെയ്തപ്പം ഭാരതത്തിലെ ജവാന്മാർക്ക് വേണ്ടി, പട്ടാളക്കാർക്ക് വേണ്ടി രക്തം കൊടുക്കുന്നതിനെ കൊടുക്കരുത് എന്ന് കമ്മ്യൂണിസ്റ്റ് തിട്ടൂരം നിലനിൽക്കുമ്പം ജയിലില് രക്തദാനത്തിന് തയ്യാറായി രാഷ്ട്രസ്നേഹം കാണിച്ച ആളാണെന്ന് തരൂർ ആണ് VS എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ അച്യുതാനന്ദൻ തന്നെ 2-3 വർഷം മുമ്പ് 2021 മറ്റാണെന്ന് എൻ്റെ ഓർമ്മ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ രക്തദാനം ചെയ്യാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറായി എന്ന് പറഞ്ഞ് എന്നെ പാർട്ടിക്ക് ഉള്ളിൽ വിമതനായി ചിത്രീകരിക്കുവാനും പാർട്ടി അച്ചടക്ക നടപടി എൻ്റെ മേളിൽ എടുപ്പിക്കുവാനും വേണ്ടി എൻ്റെ എതിർപക്ഷത്തായിരുന്ന സഖാവ് അനിരുദ്ധൻ പുറത്തുവിട്ട ഒരു കള്ളക്കഥയായിരുന്നു അതെന്നാണ് അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം മാത്രമേ അച്യുതാനന്ദനെ കുറിച്ച് പറയുമ്പം ഭാരതീയ ദേശീയതയോടൊപ്പം നിൽക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ചൈന വിധേയത്വ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും തയ്യാറായിരുന്ന ഒരു നേതാവാണെന്ന് പറയുന്നതിന് കാരണമുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭാരതം നൽകുന്ന ഒരു അവാർഡ് സ്വീകരിക്കേണ്ട ഘട്ടം പറയുമ്പോഴും അച്യുതാനന്ദൻ പാർട്ടി അച്ചടക്കത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത് നിഷേധിക്കുമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അഖില ലോകതലത്തിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകളെയും പോലെ അവസാന നിമിഷം വരെ അധികാരമോഹം, അത് പാർട്ടിക്കുള്ളിലാണെങ്കിലും ഭരണകൂടത്തിലാണെങ്കിലും അധികാരത്തിലുള്ള ആർത്തി ഒട്ടും കുറവുള്ള കൂട്ടരുള്ള കമ്മ്യൂണിസ്റ്റുകാര്. അച്യുതാനന്ദനും അതിന് അപവാദമായിരുന്നില്ല. അതിന് പല തെളിവുകളുമുണ്ട്. താൻ തോറ്റ തെരഞ്ഞെടുപ്പിന് തൻ്റെ പക്ഷത്തുണ്ടായിരുന്ന സുശീല ഗോപാലന്റെ അവസരം നഷ്ടപ്പെടുത്തി അന്ന് നയനാറെ മുഖ്യമന്ത്രിയാക്കി അച്യുതാനന്ദന്റെ ആ കണക്കുകൂട്ടലുണ്ടല്ലോ, സ്വന്തം അധികാരത്തിന് വേണ്ടി പാർട്ടിയിലെ പ്രമുഖരെയൊക്കെ വെട്ടി നിരത്തിയ മനോഭാവം, അതൊന്നും കേരളം മറക്കേണ്ട കാര്യമില്ല. ഇനി ഒരു കാര്യം കൂടി ഇക്കാര്യം ബന്ധപ്പെടുത്തി പറയുക. എതിരാളിയെ കുറിച്ച് സംസാരിക്കുന്നതിനോ പശുവിനെ മാതാവായി സ്വീകരിക്കുന്ന, കരുതുന്ന ഹിന്ദുക്കളുടെ മുഖത്ത് നോക്കിയിട്ട് പശു മാതാവാണെങ്കിൽ കാളയാണോ നിന്റെയൊക്കെ തന്തയെന്ന് ചോദിച്ച വൃത്തികെട്ടവനായിരുന്നു VS അച്യുതാനന്ദൻ. പ്രതിപക്ഷ മാന്യതയില്ലാത്ത, പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത, കേട്ടാൽ അറപ്പ് തോന്നുന്ന സംസാര ശൈലിയുടെ ഉടമയായിരുന്നു. പക്ഷെ അച്യുതാനന്ദൻ വലിയ ആയി. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളില് അച്യുതാനന്ദനെ വലുതാക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് സഖാക്കൾ വലുതാക്കി. അത് കഴിഞ്ഞപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിമത സ്വഭാവം കാണിച്ചതിന്റെ പേരില് മനോരമയും കേരളത്തിലെ മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി
അച്യുതാനന്ദനെ വലുതാക്കി. അപ്പൊ ഇന്നും അച്യുതാനന്ദനെ എതിർക്കുന്നവരുടെ കാരണം അച്യുതാനന്ദന്റെ പോസിറ്റീവ് ട്രേറ്റ്സ് അല്ല. അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിലെ വിമതനായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ പിണറായിയെ എതിർക്കുമായിരുന്നു എന്നതിന്റെ പേരിലാണ് പലർക്കും താല്പര്യമുള്ളത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പത്മവിഭൂഷൺ കൊടുത്ത നടപടി എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ ചേരിയിൽ നിന്നാലും, അത് EMS ആണെങ്കിലും ഹർകിഷൻ സുർജിത്ത് ആണെങ്കിലും ജ്യോതി ബസു ആയാലും ബുദ്ധദേവ് ഭട്ടാചാര്യ ആയാലും, ഭാരതം വിശാലമായ മനസ്ഥിതിയുള്ള രാജ്യമാണ്. ഈ രാജ്യത്തെ ഭരണകൂടം അങ്ങനെ ഒരു ബഹുമതി കൊടുക്കാൻ തയ്യാറാകുന്നത് രാജ്യത്തിന്റെ വലിപ്പമാണ്, രാജ്യം ഭരിക്കുന്നവരുടെ മനസ്സിന്റെ വിശാലതയാണ്. ഒപ്പം തന്നെ ഒരു കാര്യം ഓർക്കണം, 1925 മീററ്റിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം, ഒരു ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ തന്നെ അത് വിളിച്ചു കൂട്ടിയ അദ്ദേഹത്തിന്റെ പേര് സത്യാർത്ഥി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം അത് ദേശീയത വേണം, സാർവദേശീയതയോടൊപ്പം ദേശീയതയും വേണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അയാളെ അടിച്ച് പുറത്താക്കിയ പ്രസ്ഥാനമായി. അന്നും ഇന്നും ഭാരതീയ ദേശീയതയ്ക്ക് ഇവരെതിരാണ്. പാകിസ്ഥാനായ വിഭജനം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ പോരാ, 17 മുറിക്കണം എന്ന് ആവശ്യപ്പെട്ടവരവര്. ഇവരുടെ നേതാവ് ഇപ്പൊ കോൺഗ്രസ്സുകാരനാണ്, കനയ്യകുമാർ. അയാൾ ഉൾപ്പെടെയാണ് JNUവിൽ മുദ്രാവാക്യം വിളിച്ചത് കാശ്മീർ മാംഗെ ആസാദി, കേരള മാംഗെ ആസാദി, ശാസ്തമംഗലം മാംഗെ ആസാദി. വഴുതക്കാട് മാംഗയ. ഇവർ കേരളത്തെ, ഭാരതത്തെ കഷണമായി മുറിച്ചു മാറ്റണമെന്ന് പറയുന്ന ഒരു വികൃതമായ സാർവദേശീയ വീക്ഷണമുള്ള ഒരു വില കുറഞ്ഞ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പിന്തുടർച്ചക്കാരനാരുണ്ട്. ചൈനയ്ക്കും സോവിയറ്റ് യൂണിയനും പോലും അവരുടെ ദേശീയതയോട് ഇത്രയും വെറുപ്പില്ലായിരുന്നു. ചൈനയ്ക്കാണെങ്കിൽ മാവോ സേതുങ് 1936 തന്നെ പറഞ്ഞു, ചൈനയുടെ പാരമ്പര്യം, ചൈന എന്ന മാതൃരാജ്യത്തിന്റെ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു സാർവദേശീയതയാണ് അവർ ആഗ്രഹിച്ചത്. ഷീ ജിൻപിങ് ഇന്ന് പറയുന്നതും അതുതന്നെയാണ്. ഏറ്റവും ലോകത്തെ പാരമ്പര്യമുള്ള നാഗരികത ചൈനയുടേതാണ്. അതിനെ സംരക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട് അവർക്കുള്ളത്. പക്ഷെ ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആദ്യം സോവിയറ്റ് യൂണിയനും പിന്നെ ചൈനയും ഇപ്പോൾ ഉത്തര കൊറിയയും ഉൾപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ താല്പര്യം. അവിടെയാണ് ഭാരതീയ ദേശീയതയുടെ അംഗീകാരമായ ഒരു അംഗീകാരം, ഒരു പുരസ്കാരം കിട്ടുന്നതിന് ഇവർ ഭയപ്പാടോടെ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ സഖാക്കൾ ഭാരതീയരായി മാറുമോ, ഭാരതത്തോട് പ്രതിബദ്ധത കാട്ടുമോ? അങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബോധപൂർവം പലരെയും വിലക്കിയത്. EMSന്റെയോ ഹർകിഷൻ സുർജിത്തിന്റെയോ ജ്യോതി ബാസുവിന്റെയോ ഒന്നും പരിഗണനയ്ക്കപ്പുറം ആരെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ട് കാണും. അതിനപ്പുറം സർക്കാർ തലത്തിൽ പരിഗണിച്ചിട്ടുള്ളതായോ, അത് നരസിംഹറാവുവിൻ്റെയും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെയൊക്കെ കാലത്താണ്. അതിനപ്പുറം പരിഗണിച്ചിട്ടുള്ളതായോ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതായെന്നോ രേഖകളൊന്നുമില്ല. ഇവരൊക്കെ നിരസിച്ചു എന്ന് വലിയ വായിൽ ശരിക്കും പറഞ്ഞാൽ വീം പഠിക്കുന്നതാണ്. അതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഓഫർ ചെയ്തിരുന്നു ജീവിച്ചിരിക്കുമ്പം, അത് ബുദ്ധദേവ് ഭട്ടാചാര്യ. വെസ്റ്റ് ബംഗാളിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് അന്ന് പത്മവിഭൂഷൺ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അദ്ദേഹത്തെ വീട്ടിലേക്ക് വിളിച്ചറിയിച്ചു. വീട്ടുകാർ സന്തോഷപൂർവ്വ ആ പ്രഖ്യാപനത്തെ, അതിനെ അവർ സ്വീകരിച്ചു. അവർക്ക് സന്തോഷമായിരുന്നു. ഏതാണ്ട് അവശനായി കിടക്കയിലായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയും സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചത്. പക്ഷേ പാർട്ടി പറഞ്ഞു പാടില്ല, സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പണ്ട് TV തോമസിനെ, സുഖമില്ലാതെ കിടക്കുന്ന TV തോമസിനെ കാണാൻ പോകാൻ ഭാര്യ KR ഗൗരിയെ അനുവദിക്കാതിരുന്ന, ഗൗരിയമ്മയെ അനുവദിക്കാതിരുന്ന
ആ രാഷ്ട്രീയ അച്ചടക്കമുണ്ടല്ലോ, അത് മരണക്കിടക്കിൽ കിടന്ന ബുദ്ധദേവ ഭട്ടാചാര്യരുടെ മേളിൽ ചാടി. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, എന്തുകൊണ്ടാണ് ബുദ്ധദേവ ഭട്ടാചാര്യ അതിന് അർഹനായെന്നുള്ള പറഞ്ഞിട്ട് നമുക്ക് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അത് ഞാൻ എൻ്റെ ഈ പുസ്തകം, അതായത് ഭാരതത്തിലെ കമ്മ്യൂണിസം ജനിതക മാറ്റം സംഭവിച്ച അന്തകവിത്ത്, സാറിന്റെ തന്നെ പുസ്തകത്തിൽ, എൻ്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരു ലേഖനത്തിന് ഈ ബുദ്ധദേവ ഭട്ടാചാര്യ നിരവധി അത് നിഷേധിച്ചതിൻ്റെയും അദ്ദേഹത്തിനത് അനുവദിച്ചതിൻ്റെയും പശ്ചാത്തലത്തെക്കുറിച്ച് 2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ പറയാൻ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും. തീർച്ചയായിട്ടും. ഒന്നാമത്, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്ത് നത്തുലായുടെ നാഴി ചൈനയുടെ അവിടെ ചരക്കുമായി ഇങ്ങോട്ട് പ്രവേശിക്കുന്നതിനും അങ്ങോട്ട് പോകുന്നതിനും ഒക്കെ ആയിട്ട് സ്വതന്ത്രമായി വിട്ടുകൊടുക്കണം എന്നുള്ളൊരാവശ്യം വന്നു. ഈ ആവശ്യം വന്നപ്പോൾ വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് ബുദ്ധദേവ ഭട്ടാചാര്യയോട് അദ്ദേഹത്തെ കൂടെ ആ കാര്യ ചർച്ചയിൽ കൂടെ കൂട്ടി. അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: എന്നോട് ക്ഷമിക്കണം, ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് വേണ്ടി നത്തുലായുടെ നാഴി തുറക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് എത്രമാത്രം കയറ്റി അയക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയാം. എന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിന് ഗുണകരമായ ഒരു തീരുമാനം ആവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അതിനോട് അദ്ദേഹം യോജിച്ചില്ല, വിയോജിപ്പ് പ്രകടിപ്പിച്ചു. കൂടാതെ ഒരു വാചകം കൂടെ പറഞ്ഞു, അതൊക്കെ നോക്കൂ, ഞാൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്തൊക്കെയായാലും ചൈനയുടെ പതാക ഇന്ത്യയിൽ പ്രതിഷ്ഠിക്കുന്നത് എൻ്റെ ജോലിയല്ല. ഞാൻ അത്തരമൊരു കമ്മ്യൂണിസ്റ്റുകാരനായാൽ എന്താ കുഴപ്പം? അങ്ങനെയുണ്ട്. ചൈനയുടെ പതാക ഇന്ത്യയിൽ ഉയർത്താൻ ബാധ്യതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ഞാനെന്നാണ് ബുദ്ധദേവ ഭട്ടാചാര്യ തുറന്നു പറഞ്ഞത്. ഞാൻ അങ്ങനെ ആയാൽ എന്താ കുഴപ്പം? അദ്ദേഹം ചോദിച്ചത് പത്രപ്രവർത്തകരോടോ ഭാരതത്തിലെ പൊതുസമൂഹത്തോടോ എന്നോടോ അങ്ങയോടോ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാര ശ്രേണിയിൽ ഇരിക്കുന്നവരോടും കൂടിയാണ്. ചൈനയുടെ പതാക ഇന്ത്യയിൽ ഉയർത്താൻ ആഗ്രഹിക്കാത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ഞാനിരുന്നാൽ എന്താ കുഴപ്പം? കഴിഞ്ഞില്ല. അടുത്തൊരു സന്ദർഭത്തിൽ പ്രകാശ് കാരട്ട് പ്രത്യേക താല്പര്യമെടുത്ത് ഇദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമായിട്ട് വന്നു. ബുദ്ധദേവ ഭട്ടാചാര്യയുടെ മേളില് ചൈനയിലെ അംബാസഡർ പ്രകാശ് കാരട്ട് പാർട്ടി സെക്രട്ടറി, ബുദ്ധദേവ ഭട്ടാചാര്യ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ കൂടെ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുന്നു. അതും ഇതുപോലൊരു പരസ്പര ധാരണയ്ക്ക് വേണ്ടിയാണ്. അവിടെ ആ വിഷയം ചൈനയുമായിട്ടുള്ള ബന്ധം ഭാരതത്തിൻ്റെ കേന്ദ്രബന്ധം ഒരു വിദേശ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണല്ലോ. അവിടെ ആ ചർച്ചയ്ക്ക് തന്നോടൊപ്പം വരാൻ പറഞ്ഞ് ചൈനീസ് അംബാസഡറുമായിട്ടുള്ള ചർച്ചയ്ക്ക് തൻ്റെ കൂടെ ചേരാൻ പറഞ്ഞ ആ പ്രകാശ് കാരനോട്ടിനോട് ബുദ്ധദേവ ഭട്ടാചാര്യ പറഞ്ഞൊരു മറുപടിയുണ്ട്. അതിതാണ്: സഖാവേ, അതൊരു കേന്ദ്ര സർക്കാർ വിഷയമാണ്. പ്രധാനമായും ദേശസുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ വിഷയമാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് അതിൽ തലയിടുന്നത്? എങ്ങനെയുണ്ട് മറുപടി? ഈ മറുപടി കൃത്യമായും ആവക മറുപടികളിൽ ഇങ്ങനെ ഒരു മറുപടി ആയിരിക്കും ഒരുപക്ഷെ VSന്റെ കുടുംബവും കൊടുക്കാൻ പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞ അവിടെ അല്ല, അത്രയ്ക്ക് കൃത്യമായി ഭാരതത്തോടൊപ്പം നിൽക്കുന്നയാള് ഞാൻ എന്ന സന്ദേശം കൊടുത്ത ബുദ്ധദേവ ഭട്ടാചാര്യക്ക് ആ അവാർഡ് സ്വീകരിക്കുന്നതിനുള്ള അനുവാദം പാർട്ടി കൊടുത്തില്ലെങ്കിൽ അതിൽ അതിശയിക്കാനുണ്ടോ? അതുപോലെ തന്നെ ഞാൻ പറയുന്നു,
അച്യുതാനന്ദൻ എന്തുമാവട്ടെ, അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ചരിത്രം ഹിന്ദുവിരുദ്ധ വർഗീയതയുടെയും പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയുടെയും പാർട്ടികളെ തന്നെ അണികളെ തന്നെ അരിഞ്ഞൊരുക്കുന്നതിൻ്റെയും അസഭ്യപ്രവാഹമുള്ള സംഭാഷണ ശൈലിയുടെ ഒക്കെ ആയിരുന്നെങ്കിലും അച്യുതാനന്ദൻ എന്ന മനുഷ്യനെ, രാഷ്ട്രീയ നേതാവിനെ ഞാനുൾപ്പെടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പല കാരണങ്ങളുടെ പേരിലും ഹൃദയത്തിലേറ്റി ആരാധിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഈ പത്മവിഭൂഷൺ അവാർഡ് ഭാരത സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ നൽകാൻ തയ്യാറായത് അഭിമാനകരമായ ഒരു സന്ദർഭം തന്നെയാണ്. ഇവിടെ മൂക്ക് മുറിച്ച് ശകുനം മുടക്കാൻ വേണ്ടി സഖാവ് ബേബിയും കൂട്ടരും തയ്യാറാവരുത് എന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.